നമസ്തേ. പ്ലസ് ടു പരീക്ഷ അഭിമുഖീകരിക്കാൻ പോകുന്ന കുട്ടികൾ വളരെ ആശങ്കാകുലരായിരിക്കും. അവരോടൊപ്പം രക്ഷകർത്താക്കൾ. ഏത് കോഴ്സിന് പോകണം, ഏതായിരിക്കും നല്ലത്, ഏതിന് കൂടുതൽ ജോലി സാധ്യതകളുണ്ട്, ഏതിന് കൂടുതൽ ശമ്പളം കിട്ടും, ഏതൊക്കെ രാജ്യങ്ങളിലുണ്ടാകും എന്നുള്ളതൊക്കെ ഒരു ആശങ്കാകുലമായ സാഹചര്യമാണ്. ഫസ്റ്റ് നമ്മൾ കുട്ടികൾക്ക് താല്പര്യമുള്ള മേഖലകളിൽ മാത്രം കുട്ടികളെ ഉപരിപഠനത്തിന് വിടുക. രണ്ടാമത് അവർക്ക് പഠിക്കേണ്ട വിഷയങ്ങൾ എന്തൊക്കെയുണ്ട്, അതവരെ കൊണ്ട് പഠിച്ച് മുഴുവിപ്പിക്കാൻ സാധിക്കുമോ എന്നുള്ളത് ആദ്യം ഉറപ്പുവരുത്തുക. പിന്നെ ഇതിനുള്ള എത്ര രൂപ ചിലവ് വരും, അത് നമുക്ക് ഏതൊക്കെ രീതിയിൽ കണ്ടെത്താൻ പറ്റും, എഡ്യൂക്കേഷൻ ലോൺ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് ആദ്യം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. പിന്നെ അതിൻ്റെ ഏതൊക്കെ വിഷയങ്ങളാണ് അതിനകത്ത് മെയിനായിട്ട് പഠിക്കേണ്ടതുള്ളതെന്നുള്ളത് ആദ്യം നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. ഇവർക്ക് പഠിച്ച് മുഴുവിപ്പിക്കാൻ പറ്റുന്ന വിഷയങ്ങളാണോ, അത് മാത്രമല്ല അതിന് ഡിമാൻഡ് ഉണ്ടോ എന്നറിയണം ഈ സൊസൈറ്റിയിൽ, ഇന്ത്യയാണെങ്കിലും അല്ലെങ്കിൽ ഇന്ത്യക്ക് വെളിയിൽ എവിടെയാണെങ്കിലും. പിന്നെ എന്ന് മുതൽ ഇവർ സമ്പാദിച്ച് തുടങ്ങുമെന്നുള്ളത് ആദ്യം ഉറപ്പുവരുത്തുക. എത്രത്തോളം നമുക്ക് സമ്പാദിക്കാൻ പറ്റും, എത്രത്തോളം ജോലി സാധ്യതയുണ്ട്, എത്ര ആയിരിക്കും നമുക്ക് കിട്ടുന്ന സാലറി, അതൊരു ഘടകമാണ്. പിന്നെ ഞാൻ എവിടെ ഈ കോഴ്സ് സെലക്ട് ചെയ്യാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുക. അതുപോലെ തന്നെ കോഴ്സിന് ചില കോഴ്സുകൾക്ക് ഡിമാൻഡ് ഉണ്ടായിരിക്കും, ചിലതിന് ഡിമാൻഡ് ഉണ്ടായിരിക്കത്തില്ല, ചിലതിന് കൂടുതൽ ഡിമാൻഡ് ഉണ്ടാവും. അങ്ങനെയുള്ള കോഴ്സുകൾ ചൂസ് ചെയ്യുക. പിന്നെ നമ്മൾ എങ്ങനെയായിരിക്കും ഒരു നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ തിരഞ്ഞെടുക്കേണ്ടതെന്നുള്ളത് പറഞ്ഞുതരാം. അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ചെക്ക് ഫോർ ദ റെക്കഗ്നൈസേഷൻസ്, പിന്നെ ചെക്ക് ഫോർ ദ ക്വാളിറ്റി ഓഫ് ടീച്ചിങ്, പിന്നെ ചെക്ക് ഫോർ ദ ക്വാളിഫൈഡ് ആൻഡ് ഡെഡിക്കേറ്റഡ് ടീച്ചേഴ്സ്, പിന്നെ വരുന്നത് ആനുവൽ റിസൾട്ട് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, വാർഷിക റിസൾട്ട് എന്നും പറയുക. റിസൾട്ടിനകത്തൊരു വലിയ ചതിവ് കിടക്കും. അപ്പോൾ ചില കോളേജുകളിൽ 100% വിജയമായിരിക്കും, പക്ഷേ എല്ലാവരും ഒരേപോലെ മാർക്ക് സ്കോർ ചെയ്യുന്നതാണെങ്കിൽ അത് നല്ല നല്ല സ്ഥാപനങ്ങൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ മനസ്സിലാക്കുന്നൊരു കാര്യം, ഇത് കോപ്പി അടിച്ചിട്ടാവാം എന്നൊരു സന്ദേഹത്തിനിട വരുന്നുണ്ട്. അത് എൻ്റെ അഭിപ്രായമല്ല, അത് നിങ്ങൾ എക്സ്പെർട്സിനോടൊക്കെ കൺസൾട്ട് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വേരിയസ് ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ റാങ്ക്, ഡിസ്റ്റിങ്ഷൻ, ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് നല്ല കോളേജായിട്ട് അത് അവർക്ക് ഒരു തോന്നലുണ്ടാക്കിയെടുക്കും. ആ കുട്ടികൾ പഠിച്ച് തന്നെ എഴുതിയായിരിക്കും. അവരവരുടെ ബൗദ്ധിക ശേഷിയുടെ അനുസരിച്ചിട്ടാണ് ഒരു എക്സാമിനെ അഭിമുഖീകരിച്ചിട്ടുള്ളതെന്നുള്ളത് അവർക്ക് വരുത്താൻ പറ്റും. ചെക്ക് ഫോർ ദ അച്ചീവ്മെൻറ്റ്സ് ഓഫ് ദ കോളേജ്, ആ കോളേജ് നേടിയിട്ടുള്ള ബഹുമതികൾ, പുരസ്കാരങ്ങൾ, അത് ഗ്രേഡൊക്കെ ഉണ്ടാവും. എ ഗ്രേഡ്, NAAC അക്രഡിറ്റേഷൻസ്, MHRD റേറ്റിംഗ്സ്, NABH, അങ്ങനെ പലതുണ്ടാവാം. A++ ഗ്രേഡ് അങ്ങനെ വരും. പിന്നെ അതിനുള്ള ചെക്ക് ഫോർ ദ സ്പെഷ്യൽ ഫീച്ചേഴ്സ്. നമ്മളിപ്പം പഴയ ടെക്നോളജി മാറി പുതിയ ടെക്നോളജിയിലേക്ക് വന്ന് പിടിക്കുമ്പോഴത്തേക്കും ഒത്തിരി കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി പഠിക്കാൻ പറ്റും. അത് വളരെ നല്ലതാണ്. നമ്മളുടെ കാര്യങ്ങൾ തലച്ചോറിൽ നിന്ന് മാഞ്ഞു പോവുകയില്ല, കൂടുതലായിട്ട് അത് സ്റ്റോർ ചെയ്യപ്പെടും. അത് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്യപ്പെട്ടൊരു വസ്തുതയാണ്. പിന്നെ കോളേജിൻ്റെ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് അതൊരു ഘടകം തന്നെയാണ്. നല്ല അടിസ്ഥാന സൗകര്യങ്ങളുണ്ടാവണം. അതുപോലെ ട്രാൻസ്പോർട്ടേഷൻസ് ഒരു വലിയ ഘടകമാണ്. അതുപോലെ തന്നെ റിക്രിയേഷൻസ്, കുട്ടികളുടെ പഠനത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യങ്ങൾ ഫുഡ്, റിക്രിയേഷൻ മീൻസ് മാനസിക ഉല്ലാസത്തിന് എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നു. ചെറിയൊരു ക്യാരം, ചെസ്, അല്ലെങ്കിൽ ഷട്ടിൽ, ബാഡ്മിൻ്റന്, അങ്ങനെയൊക്കെ ഒത്തിരി വരുന്നുണ്ട്. ഇതൊക്കെ ചെറിയൊരു കള, അല്ലെങ്കിൽ മറ്റുള്ള മൾട്ടി ജിംനേഷ്യം, ഇതൊക്കെ മനുഷ്യന് ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ എല്ലാം തന്നെ തലച്ചോറിനകത്തും അതിന് സ്വാധീനം ചെലുത്തുന്നുണ്ട്. നല്ല ആരോഗ്യമുള്ള മനുഷ്യന് നല്ല ഭൗതിക ശേഷി ഉണ്ടാവുകയുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കുക. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ മോർ ഡിമാൻഡ് കോഴ്സസ് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് പലതുണ്ട്. മെഡിക്കൽ കോഴ്സുകളുണ്ട്, അതുപോലെ ആർട്സ് ആൻഡ് സയൻസിൽ വരുന്നുണ്ട്, അലൈഡ് ഹെൽത്ത് സയൻസിലുണ്ട്, പാരാമെഡിക്കൽസിലുണ്ട്, എഞ്ചിനീയറിങ്ങിലുണ്ട്, ഒത്തിരിയുണ്ട്. ഇതിനകത്ത് എവിടെയൊക്കെ ഈ കോഴ്സുകൾക്ക് നമുക്ക് അഡ്മിഷൻ നേടിയെടുക്കാം, അത് എങ്ങനെയൊക്കെ ആയിരിക്കണം. പല കോളേജുകളും എൻട്രൻസുകൾ നടത്തുന്നുണ്ട്, അതുപോലെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് നടത്തുന്നുണ്ട്, അതുപോലെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികൾ നടത്തുന്നുണ്ട്, അതുപോലെ സ്റ്റേറ്റിൽ അതിനെ നിർദ്ദേശിച്ചിട്ടുള്ള ചില അതോറിറ്റീസ് ഉണ്ട്. കർണാടക ആണെങ്കിൽ KEA എന്ന് പറയും, കർണാടക എക്സാമിനേഷൻ അതോറിറ്റി. അതിൻ്റെ CET, കർണാടക എൻട്രൻസ് ടെസ്റ്റ്, കോമൺ എൻട്രൻസ് ടെസ്റ്റ് എന്നാണ് അതിന് പറയുന്നത്.
അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ പോകുമ്പോഴത്തേക്കിനും നമുക്ക് ഇത്ര ശതമാനം നമുക്ക് ഗവൺമെൻറ് മെറിറ്റ് ലിസ്റ്റ് സ്റ്റാറ്റസിൽ നമുക്ക് അഡ്മിഷൻ എടുക്കുമ്പോൾ ഫീസ് വളരെ കുറവായിരിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്പർ കൊടുക്കുന്നതാണ്, അതിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ വിശദമായ കാര്യങ്ങൾ ഞങ്ങൾ സെമിനാർസൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ സ്കോളർഷിപ്പുകൾ കൊടുക്കുന്നുണ്ട് കോളേജിൻ്റെ ഇതിനകത്ത്. അത് നിങ്ങൾക്ക് നേരിട്ട് ഞങ്ങളുടെ ഓഫീസുമായി ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ കോളേജുമായി ബന്ധപ്പെടുകയോ ചെയ്ത് കഴിഞ്ഞാൽ വിശദമായ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അത് ഇത്രയും പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ബാക്കിയുള്ള വീഡിയോസ് കുറേ കാലം ഉണ്ടാവും.